ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഗീതു നേരെ തറവാട്ടിലേക്ക് തിരിച്ചെത്തി. അമ്മയാണെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഗീതു അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഇപ്പോൾ അറക്കിലെത്തി കാണും. അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയാൽ രഞ്ജു ആരാണെന്ന് രാധിക അറിയും. അപ്പോൾ ആകെ പ്രശ്നമാകും. ആ ഒരു ടെൻഷനിലാണ് അമ്മ. ആകെ വശം തിരിഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം ഗീതു വീട്ടിലേക്ക് വന്ന് കയറുന്നു. അമ്മയും മകനും, അതായത് വരുണും രാധികയും ഗീതുവിനെ നോക്കി ഒരു പുച്ഛിച്ച ചിരിയുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും ഗീതുവിനോട്ടുള്ള പണി ഒപ്പിച്ചിട്ടാണല്ലോ രണ്ടുപേരും കൂടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഹാപ്പി. അപ്പോൾ ഗീതു ഇങ്ങനെ കയറി വന്ന് ഇവരെ നോക്കി നിൽക്കുമ്പോൾ, നീ എന്താ ഇത് ശത്രുവാണെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുക രാധിക. ചോദിക്കാതെയും പറയാതെയും ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് എന്താ ഉത്തരവില്ല നിനക്കെന്ന് ചോദിച്ചു. ഗീതു ഒന്നും മിണ്ടുന്നില്ല. ഒന്നും മിണ്ടാതെ ഗീതു അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ അമ്മ അങ്ങനെയൊന്നും പറയണ്ട, പല കാര്യങ്ങൾക്കും തെളിവുണ്ടാക്കാൻ പോയതായിരിക്കും. തെളിവുകൾ ഉണ്ടാക്കാൻ മിടുക്കിയല്ലേ എന്ന് വരുൺ ഗീതുവിനോട് പറയുന്നു. രാവിലെ എവിടെ തെണ്ടാൻ പോയതായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോയത് ഇപ്പം നിങ്ങൾ പോകുന്നിടത്തേക്കല്ല, പിന്നെ ഈ വീട് അതെൻ്റേതും കൂടിയാണെന്ന് ഗീതു പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മയും മോനും കൂടി ഇങ്ങനെ നോക്കുക. ഇത് നിങ്ങൾക്കാണ് സത്രം, എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാമെന്നുള്ള കാര്യം ഗീതു പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോണു. അപ്പോൾ വേഗം ചെല്ല്, കണ്ണൻ അവിടെ നിന്നെ കാണുന്നത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അതിപ്പോൾ വറ്റി കാണും, ഞാൻ ചെന്നിട്ട് ബാക്കി ഒഴിച്ച് കൊടുത്തോളാം എന്നും പറഞ്ഞ് ഗീതു അകത്തേക്ക് കയറിപ്പോയി. ഗീതു അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇനി അകത്ത് രഞ്ജുവും ഗീതുവും യുദ്ധം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ കിഷോറിനോട് പറഞ്ഞിരുന്നു. നീ അവനെ വിളിച്ച് തിരിച്ച് അപർണയ്യയുടെ അടുത്തേക്ക് പൊയ്ക്കോളാൻ പറ. കിഷോറിനെ ഞാൻ വിളിച്ചിരുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിഷോർ എന്നുള്ള പേരിൽ റൂമും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടി രാവിലെ ഉല്ലാസയാത്ര നടത്തി ഹോട്ടലിൽ താമസിച്ച് ആഘോഷമാക്കിയാണ് തിരിച്ചു വന്നതെന്ന് വരുത്തണം. കിഷോർ എടുത്ത റൂമിൻ്റെ ബില്ല് കൃത്യമായിട്ട് അപർണയുടെ കൈകളിൽ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കിഷോർ അവൻ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിലാണ് ഓടുന്നതെന്നുള്ള കാര്യം രാധിക പറയുക. അവൻ പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നോളും. അപ്പോൾ അവൻ്റെ മേൽ നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടാകണമെന്ന് മകൻ പറഞ്ഞപ്പോൾ, അതില്ലാതെ ഞാൻ ചരട് അഴിച്ചു വിടുവോ എന്ന് രാധിക ചോദിക്കുക. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മയും മോനും പ്ലാനിങ് ഉണ്ടാക്കുന്നു. അപർണയുമായുള്ള എൻ്റെ ഇപ്പോഴത്തെ മീറ്റിങ്ങും കൂടി കഴിയട്ടെ, ഞാൻ ഇളക്കി വിട്ടാലേ ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ അപർണക തന്നെ ഗോവിന്ദനോട് ഗീതുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞോളും എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ട് വരുൺ ഇങ്ങനെ നിൽക്കുക. വെറുതെ അല്ല, തെളിവുകൾ നിരത്തി ഗീതുവും കിഷോറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവൾ വ്യക്തമാക്കിക്കോളുമെന്നും പറഞ്ഞു. ഇന്ന് രാത്രി തന്നെ ഗീതുവിനെ അറക്കൽ കുടുംബത്തിൽ നിന്ന് പെട്ടിയെടുത്ത് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം, അല്ലെങ്കിൽ അവളെ നമ്മൾ ഇറക്കി വിടുമെന്നും പറഞ്ഞ് വരുൺ ഇങ്ങനെ പറയണു. അങ്ങനെ അമ്മയും മോനും കൂടെ അവിടെ നിന്ന് പോണു. ഈ സമയം രഞ്ജു റൂമിലുണ്ട്. അപ്പം അമ്മയുടെ കോള് വന്നു. മോളത് ഫോൺ എടുത്ത് നോക്കി, എന്നിട്ട് അത് കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ, അവളത് കട്ട് ചെയ്തല്ലോ. എങ്ങനെയെങ്കിലും അവരെ ആരെയെങ്കിലും കണ്ട് സംസാരിച്ച് പറ്റുമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ മേഡം. ഈ സമയത്ത് രഞ്ജുവിൻ്റെ മുറിയിലേക്ക് കയറി വന്ന് വാതിലങ്ങ് അടച്ചു നമ്മുടെ ഗീതു. നീ ഇതിനാ മുറിയിൽ കയറി വാതിലടച്ചോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് സൗകര്യം ഉണ്ടായിട്ടാണെന്ന് ഗീതു പറയുക. നീ വാതിൽ തുറന്നിട്ടിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജു വാതിൽ തുറക്കാൻ പോകുന്ന സമയത്ത്, ഇനി ഈ വാതിൽ തുറക്കണമോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഡോറ് തുറക്കാനാ പറഞ്ഞത്. കണ്ണേട്ടൻ്റെ ഫ്രണ്ടെന്ന പരിഗണനയിലാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിന്നെ പുറത്താക്കും എന്ന് ഗീതു രഞ്ജുവിനോട് പറയുന്നു. വിജയലക്ഷ്മിയുടെ മോളല്ലേ നീ എന്ന് ഗീതു രഞ്ജുവിനോട് ചോദിച്ചപ്പോൾ രഞ്ജു നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അക്കാര്യം എന്തിനാ ഇവിടെയുള്ളവരോട് നീ മറച്ചു വെച്ചത്? ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ വാതിൽ അടച്ചിട്ടേ ഞാൻ നിന്നെ തല്ലാനൊന്നും വന്നതല്ല. അമ്മയുടെ പേര് മറിച്ച് വെച്ചത് തല്ലുകൊള്ളിത്തരമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. ഞാൻ ആ സ്ത്രീയുടെ മോളാണോ എന്ന് ആരും ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാനും ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ നീ എന്താ എന്നെ തല്ലുവെന്ന് ചോദിച്ചു. എന്താ തല്ല് തന്നാൽ മേടിക്കില്ലേ? തല്ല് തരേണ്ടതാണെങ്കിൽ ഞാൻ തരാനും മടിക്കില്ല. തല്ല് കിട്ടേണ്ട ഏത് കേസാണെന്ന് ചോദിച്ചു അന്നേരത്തേക്ക് രഞ്ജു. നീയും നിന്റെ അമ്മയും ചേർന്ന് വളരെ വിദഗ്ധമായൊരു ട്രാപ്പുണ്ടാക്കി കണ്ണേട്ടനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടിച്ചിറക്കിയിരിക്കും ഞാൻ എന്ന് നമ്മുടെ ഗീതു പറയാം. കണ്ണേട്ടനെ ഒഴിവാക്കി പോകാൻ എന്നെ തിരിച്ച് പറഞ്ഞ് വീണ്ടും ഈ താലിയിൽ കുരുക്കിയിട്ടത് നിന്റെ അമ്മ തന്നെയാണ്. എനിക്ക് അവരെക്കുറിച്ച് കേൾക്കണ്ട. അപ്പം നീ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ഈ താലിയാണ് എൻ്റെ ശക്തി, എൻ്റെ വിശ്വാസം. അത് തകർക്കാനാണ് നീയും നിൻ്റെ അമ്മയും കൂടി ശ്രമിക്കുന്നതെങ്കിൽ സമ്മതിക്കില്ല. ഞാനത് സമ്മതിച്ച് തരില്ല.
താലിയെക്കുറിച്ച് ഇത്ര അഭിമാനത്തോടെ സംസാരിക്കാൻ നിനക്ക് എന്താ അവകാശം എന്ന് രഞ്ജു ചോദിച്ചു. അത് എൻ്റെ അവകാശമാണെന്ന് കണ്ണേട്ടൻ അറിയാമെന്ന് പറഞ്ഞപ്പം ഗോവിന്ദേട്ടനെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ കോൺട്രാക്ട് മാരേജ് അല്ല റിയൽ മാരേജ് ആണെന്ന് പറഞ്ഞാൽ നീ യഥാർത്ഥ ഭാര്യ ആവില്ല. ആകുമോ? നിന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും എനിക്ക് വേണ്ടാന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഒരു ഭാഗത്തോടുകൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് മറുഭാഗത്ത് നിന്നെ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുന്ന നിന്റെ അമ്മയുണ്ടല്ലോ വിജയലക്ഷ്മി, അവരുടെ മുഖത്ത് നോക്കി 4 പറഞ്ഞിട്ടാ ഞാനിങ്ങോട്ട് വരുന്നേ. ഓ, നീയും ആ സ്ത്രീയോട് വഴക്കിട്ടോ? വെറും ഒരു വഴക്കല്ല, ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചവര് എന്നോട് കാണിച്ച വഞ്ചനയിൽ ആദ്യം ഞാൻ നടുങ്ങിപ്പോയി. പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ല. എനിക്കിപ്പോൾ അവരോട് വെറുപ്പാണെന്ന് പറഞ്ഞു. നീ ഇപ്പോൾ അവരുടെ ശത്രുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാവുന്ന രഞ്ജു ഗീതുവിനോട്. ആ സ്ത്രീയെ വെറുക്കുന്നവരല്ല എൻ്റെ കൂട്ടുകാരാ. ഗോവിന്ദേട്ടൻ്റെ കാര്യത്തിൽ നിന്നെയും ഞാൻ പങ്കാളിയാക്കാം. അങ്ങനെ കണ്ണേട്ടൻ്റെ സ്നേഹം പങ്കിടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കണ്ണേട്ടൻ എൻ്റെ അത് മാത്രമാണ്. എന്നിട്ട് അതെന്തുകൊണ്ട് നിനക്ക് നേരത്തെ സ്വന്തമാക്കാൻ പറ്റിയില്ല? ഞാനിവിടെ വന്നതിന് ശേഷമാണോ നിനക്ക് ആ ബോധം ഉണ്ടായതെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രം സ്വന്തമാണെന്നും അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഗോവിന്ദേട്ടന് ബുദ്ധിമുട്ടാവും. ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് ഗീതു. ആ സമയത്ത് രഞ്ജു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ വാതിലിൽ മുട്ടി. അപ്പോൾ എന്ത് രഹസ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നതും? ഗോവിന്ദേട്ടൻ്റെ ഭാര്യയാണ് ഗുണ്ടായുസത്തിന് വന്നത്, ഇവളാണ് ഡോർ ലോക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പുറത്തു പോകാൻ പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനോട്. ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല, ഇവളോട് ചിലത് പറയാനാണ് വന്നത്. അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് കണ്ണേട്ടനോടാണ്, അത് ഇവള് കേൾക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓഫീസിലോട്ട് പോകണമെന്ന് ഗോവിന്ദൻ. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി, അല്ലാതെ പോവാൻ ഞാൻ സമ്മതിക്കില്ല, വാ എന്ന് പറഞ്ഞു ഗീതു വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഗോവിന്ദൻ പോകണില്ല. എൻ്റെ കൂടെ വരാൻ പറഞ്ഞു നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ മുറിയിൽ ചെന്ന് വാതിലടച്ചു. ഗീതു, വേണ്ട, നിനക്ക് എന്താ പറ്റിയത്? വിജയലക്ഷ്മിയും ശിവരഞ്ജനിയും നിങ്ങളുടെ ആരാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഞെട്ടി. രഞ്ജു വിജയലക്ഷ്മിയുടെ മകളാണല്ലേ എന്നിങ്ങനെ ചോദിച്ചു. നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന അവരുടെ മകളാണല്ലേ എന്ന് ഗീതു ചോദിച്ചപ്പോഴത്തേക്കും ഗോവിന്ദൻ, ഗീതു നീ അറയ്ക്കൽ കുടുംബവും ചെമ്പകശ്ശേരി തറവാടുകാരും തമ്മിലുള്ള ശത്രുതയുടെ പേരിൽ വിജയലക്ഷ്മി ആ വിവാഹത്തെ എതിർത്തു. അതിൻ്റെ ദേഷ്യമല്ലേ രഞ്ജുവിൻ്റെ അമ്മയോട് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്? ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തി വിവാഹം വരെ എത്തിയ ആ റിലേഷൻ എന്തുകൊണ്ടാണ് വിജയലക്ഷ്മി എതിർത്തത് എന്നതിനുള്ള ആ ഒരു ഉത്തരം എനിക്ക് കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. ഇവിടെ നിന്നെല്ലാം അവസാനിപ്പിച്ച് അധികം വൈകാതെ പോകേണ്ടവളാ നീ അതൊന്നും അന്വേഷിക്കണ്ട. ഇതുമാതിരി ചോദ്യങ്ങളും നീ എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു ഞെട്ടലോടെ നോക്കി. നിന്നോട് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും എനിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം മറുപടി തരേണ്ട ആ ഒരു ഉത്തരവാദിത്വം അത് കണ്ണേട്ടനുണ്ടെന്ന് പറഞ്ഞു ഗീതു. ഇത് നമ്മുടെ വിവാഹത്തിൻ്റെ കോൺട്രാക്റ്റാ. ഇത് അഴിച്ച് തിരികെ തന്നിട്ട് പോകുന്നത് വരെ മറ്റൊരു പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗീതു. നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവൾ എനിക്ക് വെറും ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞപ്പോൾ, ഓ, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്കും ചില ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, ആൺ സുഹൃത്തുക്കൾ. അവരെ കൊണ്ടുവന്ന് ഞാനും താമസിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. ഗീതു എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങുമ്പം ന്യായം ഒരു ഭാഗത്ത് മാത്രം പോരാ, അവിടെ നോവുന്നത് പോലെ ഇവിടെയും നോവും. അതുകൊണ്ടാ പറഞ്ഞത് രഞ്ജു ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല എന്ന്. രഞ്ജുവിനെ ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട എന്ന് ഗോവിന്ദൻ ഗീതുവിനോട്. അവളിനി ഇവിടെ മാത്രമല്ല, ഇന്നു മുതൽ AGM ഓഫീസിലും അവൾ ജോയിൻ ചെയ്യുമെന്നുള്ള കാര്യം ഗീതുവിനോട് പറയാം. എന്താ, നിനക്കത് തടയാൻ പറ്റുമോ? ഞാൻ AGMൻ്റെ വൈസ് ചെയർമാൻ ആണെങ്കിൽ അവൾ അവിടെ ജോയിൻ ചെയ്യില്ലെന്ന് ഗീതു തറപ്പിച്ച് ഗോവിന്ദനോട് പറഞ്ഞു. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും പറഞ്ഞു. പിന്നെ AGMൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ അവളെ പറപ്പിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നു ഗീതു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇവിടെ നിന്ന് പൂര വഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങ് പോണു. ഇതേസമയം വിജയലക്ഷ്മി മേഡം ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ. അതിനുശേഷം ഫോൺ എടുത്ത് മകളെ വിളിച്ചിട്ട് മകളോട് കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകൾ അമ്മയെ കുറ്റപ്പെടുത്തുന്നു. അപ്പം മോൾ എൻ്റെ അടുത്തേക്ക് വാ, അമ്മ സംസാരിച്ചത് ശരിയാക്കാമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുത്തവള, ആ വഴി മുടക്കാൻ നിങ്ങൾ വരരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? നിങ്ങളുടെ ദത്തുപുത്രി ഉണ്ടല്ലോ ഗീതു, അവളോട് എന്നെപ്പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതൊക്കെ കേട്ട് മേഡം ഞെട്ടി നിൽക്കുക കേട്ടോ. ഞാൻ നിങ്ങളുടെ മോളാണെന്ന് നിങ്ങൾ എന്തിനാ അവളോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ മോളെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. മോൾ വിശ്വസിക്കുന്നില്ല. ആ കാര്യം അവൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണെന്നും.
എൻ്റെ അടുത്ത് കൂടുതൽ സത്യസന്ധത നിങ്ങൾ കളിക്കണ്ട, എനിക്കത് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മോളും അമ്മയും കൂടെ പൂരോട്ടക്ക് അങ്ങനെ ഗീതുവും നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ നിനക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ എന്നും പറഞ്ഞ് മോളെ കൺവിൻസ് ചെയ്യിക്കുക. അവള് മോളെ രാധിക ഒരിക്കലും നീ അവിടുത്തെ ഗോവിന്ദൻ്റെ പെങ്ങളാണെന്ന് അറിയരുത്. അങ്ങനെ അറിഞ്ഞാൽ രാധിക നിന്നെ ഉറപ്പായും ഇല്ലാതാക്കും മോളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചു വാ മോളെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് മോള് പരിഹസിച്ച് ചിരിക്കുക. മോളെ, അതല്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാകുമെന്നും പറഞ്ഞു. ആ സ്ത്രീയോട് ഫൈറ്റ് ചെയ്തല്ലേ നിങ്ങളുടെ ദത്തുപുത്രി ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നത്? അതും ഒറ്റയ്ക്ക്. എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. മോളെ, നീ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞു. എൻ്റെ ഒപ്പം ഗോവിന്ദേട്ടനുണ്ട്. എനിക്ക് അവരുടെ മുൻപിൽ എത്ര നാൾ വേണമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെ മകൾ അമ്മയോട് പറയണം. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ വരണ്ട. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് അവസാനം അമ്മ ദേഷ്യപ്പെട്ടു. നീ എത്രയും വേഗം ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടി കെട്ടിക്കിടക്കുന്നത്? നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ട് വരില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ മരിച്ചാൽ പോലും കാണാൻ പോലും ഞാൻ വരില്ല. നിങ്ങൾ തിരിച്ചു പൊക്കോ, അതാ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ രഞ്ജു അമ്മയോട് പറയുന്നു. ഇതൊക്കെ കേട്ട് അമ്മ തകർന്ന് നിൽക്കുക കേട്ടോ. വിഷമിച്ച ഭഗവതിയുടെ മുന്നിൽ നിൽക്കുന്നു. ഈ സമയത്ത് രഞ്ജു പുറത്തിരിക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം സേഫ് ആണെന്നുള്ള കാര്യം രഞ്ജു പറയുക. അവൾ അതും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പം അവൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് അങ്ങോട്ട് പറയുന്നതാണ് ഹീറോയിസം. നീ എന്തേ പറയുന്നതെന്ന് ചോദിച്ചു. ജന്മം നൽകിയത് അവരാണെന്ന് ഞാൻ ആരോടും പറയില്ല. അതിൻ്റെ പിന്നിൽ ഹീറോയിസം നഷ്ടപ്പെടുകയാണെങ്കിൽ അറക്കൽ ഗോവിന്ദ് മാധവൻ വില്ലനാവാനും തയ്യാറാണെന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ അനുജത്തിയോട് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പറയണം. ഇത്രയും കാലം ഞാൻ ഉള്ളിൽ ഊതിപ്പെരുപ്പിച്ച കനലുകൾ കെടാതെ കിടപ്പുണ്ട്. ആ മുറിവുകളിൽ നിന്ന് രക്തവും പഴുപ്പും കിനിയുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ അങ്ങ് തുടർന്നോട്ടെ, എനിക്കതിൽ നിന്ന് മാറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടാ സോറി, ഏട്ടൻ ഇത്രയും ഇമോഷണൽ ആകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അനിയത്തി ഏട്ടനോട് പറയണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ കാരണക്കാരി ഞാനാണെന്നും പിന്നെ ഗോവിന്ദേട്ടൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏട്ടൻ എന്നെ ധ്യാൻ്റെ കൂടെ വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നൊരു മനുഷ്യജീവി ഭൂമിയിലുണ്ടെന്ന് ഇവിടെ ആരും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് ഗോവിന്ദൻ വല്ലാണ്ടായി നിൽക്കുക. എങ്കിൽ ഗോവിന്ദേട്ടൻ ആ ഒരു സൂക്ഷിച്ച രഹസ്യം എന്നും രഹസ്യമായി തുടർന്നേനെ എന്നൊക്കെ പറഞ്ഞപ്പം നിന്റെ വരവ് ഒരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. കുറേ നാളായി വിജയലക്ഷ്മിയും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം അറിയണമെന്നുള്ള വാശിയിലായിരുന്നു ഗീതു. അപ്പോൾ അതിനൊരു ഏകദേശം ഇതൊക്കെ ഇപ്പോൾ കിട്ടി, അത് അങ്ങനെ അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇന്ന് തന്നെ നീ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് ഇപ്പം വേണ്ട, ഞാൻ അങ്ങ് വന്നോളാം, എനിക്ക് മെഡിസിൻ വാങ്ങാനുണ്ട്, ഇന്ന് രാവിലെ കഴിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഗോവിന്ദൻ പോകണു, മെഡിസിൻ മേടിച്ചിട്ട് വേഗം വരണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് നമ്മുടെ ഗോവിന്ദൻ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെ ആകട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഗീതുവിൻ്റെ ഫോണിലേക്ക് അയ്യോ മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിലാസിനെ വിളിക്കുക. മോളെ ഞാനിവിടെ ഒരുങ്ങി നിൽക്കുക, ഡോക്ടർ എൻ്റെ കണ്ണ് കാണിക്കാൻ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ വേറൊരു തിരക്കിലായിപ്പോയമേ അതുകൊണ്ടാണ് അതാ വരാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇതൊക്കെ പറയണം. എന്നിട്ട് ഇന്ന് പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഫോൺ അമ്മ അവൾക്ക് കൊടുക്കും, ഞാൻ അവളോട് സംസാരിക്കാം. പ്രിയേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പ്രിയയ്ക്ക് കൊടുപ്പിക്കുന്നു. എന്നിട്ട് പ്രിയയോട് പുള്ളിക്കാരി ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നോക്കുക. അപ്പം അമ്മ ഡോക്ടറെ കാണാൻ പോവുക, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ, പക്ഷെ വരവ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനെന്താ ചേച്ചി, ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി, വിലാസിനിക്ക് എല്ലാം ഫ്ലോപ്പായി പോയെന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.